പരീക്ഷാ ചോദ്യപേപ്പർ ചോർത്തി നൽകിയെന്ന് സംബന്ധിച്ച് പ്രതികൾ 25-ലേറെ വിദ്യാർത്ഥികൾക്ക് ചോദ്യപേപ്പർ ചോർത്തി നൽകിയെന്നാണ് പ്രതികളുടെ മൊഴി. ചോദ്യപേപ്പർ ചോർച്ചയിൽ CBI 6 എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തു. വിവരങ്ങളുമായി രാധാകൃഷ്ണനാണ് വീണ്ടും ചേരുന്നത് ഡൽഹിയിൽ നിന്ന്. ആർക്കെ, ഒടുവിൽ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു ഈ പ്രതികൾ എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? CBI നൽകുന്ന അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നൽകുന്ന കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്tina, ഈ കുറ്റസമ്മതത്തിന്റെ ആത്മാർത്ഥതയും CBI സംശയത്തോടെയാണ് വീക്ഷിക്കുന്നത്. കാരണം ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ നിലവിലുള്ള സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു കുറ്റസമ്മതം അവർ നടത്തുന്നതാണോ, എത്രത്തോളം ആത്മാർത്ഥമാണ് ഈ കുറ്റസമ്മതം എന്നത് പരിശോധിക്കുകയാണ് ഇപ്പോൾ CBI. ഇവർ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് ഈ ചോദ്യപേപ്പർ വായിച്ചു മനസ്സിലാക്കാൻ അശുതോഷ് എന്നയാൾ വിദ്യാർത്ഥികളെ അയാളുടെ വീട്ടിൽ താമസിപ്പിച്ചു എന്ന മൊഴി ലഭിച്ചിട്ടുണ്ട്. ഇത് പരിശോധിക്കുകയും അത്തരത്തിൽ വിദ്യാർത്ഥികൾ അവിടെ താമസിച്ചിരുന്നു എന്ന് ഉറപ്പുവരുത്തുകയും CBI ചെയ്തിട്ടുണ്ട്. 25-ലേറെ പേർക്ക് ചോദ്യപേപ്പർ ചോർത്തി നൽകി എന്നാണ് പ്രതികൾ പറയുന്നത്. പക്ഷെ ആ സംഖ്യയുടെ കാര്യത്തിൽ ഇപ്പോഴും CBIക്ക് സംശയമുണ്ട്. പക്ഷെ പ്രതികൾ പറയുന്നത് 25 പേർക്ക് തങ്ങൾ ചോർത്തി നൽകി എന്ന വിധത്തിലാണ് അവർ സംശയിക്കുന്നത്. എന്നാൽ ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 6 എഫ്ഐആറുകളാണ് എന്ന് CBI അറിയിച്ചു. ബീഹാർ, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ 3 എഫ്ഐആറുകളുമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ മഹാരാഷ്ട്രയിലും ഡൽഹി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചില ആൾക്കാരെ കഴിഞ്ഞ ദിവസങ്ങളിൽ വിളിച്ചു വരുത്തി കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനായിട്ട് ആരംഭിച്ചിരുന്നു. അവരുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇവരിൽ നിന്ന് ചില നിർണായക വിവരങ്ങൾ ലഭിച്ചു എന്നുള്ളതാണ് അനൌദ്യോഗികമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒരുപക്ഷെ ഇവരുടെ അറസ്റ്റും അതുകൊണ്ട് തന്നെ അടുത്ത മണിക്കൂറുകളിൽ രേഖപ്പെടുത്തുന്ന വിധത്തിലേക്കായിരിക്കും CBI നടപടി സ്വീകരിക്കുക. ഗുജറാത്തിലെ ഗോദ്രയിൽ ഈ ചോദ്യപേപ്പറിന് പണം നൽകിയ 15 വിദ്യാർത്ഥികളുടെ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മൊഴികൾ പോലീസ് CBI പരിശോധിച്ചു വരികയാണ്. ആ മൊഴികളുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതിനെ സംബന്ധിച്ചിട്ടുള്ള ധാരണ ഇന്നോടുകൂടി ഉണ്ടാകും. അതിന്റെ അടിസ്ഥാനത്തിലും കുറേയധികം ആളുകൾക്കെതിരെ അറസ്റ്റ് നടപടിയിലേക്ക് കടക്കും CBI എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിവരം. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന് രാധാകൃഷ്ണൻ.